ഞാൻ 3 പ്രാവശ്യം റോമിൽ യാത്ര ചെയ്തിട്ടുണ്ട്. റോമ പട്ടണത്തിൽ 3 തടവേ പോയിരിக்கிறேன். അവിടെ കാറ്റക്കോംസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അങ്ങേ കാറ്റക്കോംസ് എന്ന് சொல்லுகிற ഒരു കാര്യമുണ്ട്. ഭൂമിക്ക് മുകളിൽ 3ഉം 4ഉം സ്റ്റോറി ബിൽഡിംഗ് പണിതുയർത്തുന്നത് പോലെ, ഭൂമിക്ക് മേലെ 3 4 മാടികൾ കട്ടി എഴുപ്പുന്നത് പോലെ, ഭൂമിക്ക് താഴേക്ക് 3ഉം 4ഉം നിലകൾ, ഭൂമിക്ക് കീഴെ 3 4 നിലകൾ. അതിന്റെ പേരാണ് കാറ്റക്കോംസ്. അതിന്റെ പേരാണ് കാറ്റക്കോംസ്. ധാരാളം ക്രിസ്ത്യാനികൾ അതിന്റെ അകത്ത് പാർത്തവരാണ്. അവർക്കുള്ള ധാരാളം ക്രിസ്തവர்கள் വസിത്തവர்கள். ക്രിസ്ത്യാനിറ്റിക്ക് ഏറ്റവും കൂടുതൽ ഉപദ്രവം സംഭവിച്ച കാലം, ക്രിസ്തവർക്ക് മിகவும் அதிகமாக உபத்திரப்படுத்தப்பட்ட காலம். അവർക്ക് ഭൂമിക്ക് മുകളിൽ നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ, അവർക്ക് ഭൂമിക്ക് മേലെ നിൽക്കാൻ முடியாமல் இருக்கும் பொழுது, ഭൂമിക്ക് അടിയിൽ പാർത്ത കാലങ്ങൾ, അവർക്ക് ഭൂമിക്ക് ഉള്ളിൽ വാസം பண்ணப்பட்ட കാലം. അതായിരുന്നു അവരുടെ വീട്, അതുതാണ് അവരുടെ വീട്, അതായിരുന്നു അവരുടെ സ്കൂള്, അതുതാണ് അവരുടെ പള്ളിക്കൂടം, അതായിരുന്നു അവരുടെ ട്രെയിനിങ് സെന്റർ, അതുതാണ് അവരുടെ പயிற்சி மையம், അതായിരുന്നു അവരുടെ ചർച്ച്, അതുതാണ് അവരുടെ ആലയം. അവിടെയായിരുന്നു അവർ ഉറങ്ങിയത്, അங்கதான் തൂങ്ങിனார்கள், അവിടെയാണ് അവർ ജീവിച്ചത്, അங்கே வாழ்ந்தார்கள், അവിടെ അവർ മരിച്ചു, അங்கே അവർ മരിத்தார்கள், അവിടെ അവർ അടക്കപ്പെട്ടു. അங்கே അവർ അടക്കം பண்ணப்பட்டார்கள். യേശു വരുമ്പോൾ അവിടെ അവർ ഉയർത്തെഴുന്നേൽക്കും, അங்கே இருந்து അവർ எழுப்புவார்கள். ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ ആരെങ്കിലും പുറത്തു പോയാൽ, யாரோ வெளியே போனால் വേഷം മാറിയാ പോകുന്നേ, അവർ വേഷം മാറി പോவார்கள். കാര്യം ക്രിസ്ത്യാനിയാണെന്ന് അറിഞ്ഞാ ക്രിസ്തവൻ എന്ന് சொன்னார் അപ്പോൾ തന്നെ കൊന്നുകളയാം. அப்பொழுது கொலை செய்வார்கள். ആരെങ്കിലും ഒരാൾ, யாராவது ஒரு நபர் വേഷം മാറി വരുന്ന ആളോട്, വേഷം മാറി വരുന്ന നബറിടത്തിൽ നീ ക്രിസ്ത്യാനിയാണോ നീ ക്രിസ്തവനാ എന്ന് ചോദിച്ചാൽ, എന്ന് കേട്ടാൽ നോ എന്ന് പറയില്ല, നോ എന്ന് சொல்ல மாட்டார். യെസ്, ஆமா ഞാൻ ക്രിസ്ത്യാനി, நான் கிறிஸ்தவன். അവർ യേശുവിനെ തള്ളി പറയില്ല, അവർ യേശുவை മറുതലിக்க മാட்டார்கள். കാറ്റക്കോംസ് നിന്ന് പോയവൻ വന്നില്ലെങ്കിൽ, കാറ്റക്കോംസ് നിന്ന് வெளியே போனவர் வரவில்லை என்றால், அவருடைய பொருள் മാർട്ടിയറായി രക്തസാക്ഷി, அவர் இரத்த சாட்சியாக மரித்தார், മരിച്ചുപോയി, மரித்து போனார். എത്രയോ വില കൊടുത്തവർ, எவ்வளவோ விலை கொடுத்தவர்கள், എവിടെയോ വില കൊടുത്തവർ, எங்கெல்லாம் விலை கொடுத்தவர்கள். തിരിച്ചറിയുക, அவர்கள் புரிந்து கொள்ளுங்கள். എല്ലാ ക്രിസ്ത്യാനിയും ചേർന്ന് സ്തോത്രം പറഞ്ഞേ പറ്റുള്ളൂ. எல்லா கிறிஸ்தவரும் சேர்ந்து ஒரு ஸ்தோத்திரம் சொல்ல வேண்டும். ക്രിസ്ത്യാനിറ്റിയുടെ സിംബൽ, கிறிஸ்தவருடைய அந்த அடையாளம் ക്രൂശാണ്, சிலுவை. എന്ന ക്രൂശ് സിംബലായി വരുന്നതിന് മുമ്പ്, அந்த சிலுவை அடையாளமாய் வருவதற்கு முன்னே ക്രിസ്ത്യാനിറ്റിയുടെ സിംബൽ ഫിഷിന്റെ, മത്സ്യത്തിന്റെ ആകൃതിയായിരുന്നു. கிறிஸ்தவனுடைய அடையாளம் என்று சொல்லுகிறது மீனுடைய அடையாளமாய் இருந்தது. അവരുടെ ഒരു കോഡായിരുന്നു, அவருடைய ஒரு கோடாக இருந்தது. അന്ന് ക്രിസ്ത്യാനിറ്റി രാജകീയ മതമല്ല, அன்றைக்கு கிறிஸ்தவர்கள் ராஜரீகமான ஒரு மதம் அல்ல. സൗദി അറേബ്യയിൽ പള്ളി പണിയാൻ ഒക്കത്തില്ല, சவுதி அரேபியால ஆலயம் கட்ட முடியாது. അതുപോലെ அவனமாய் അന്നത്തെ കാലം, அந்த காலகட்டத்தில் ക്രിസ്ത്യാനിറ്റി ഒത്തിരി തകർന്ന സമയമാണ്. கிறிஸ்தவர்கள் அதிகமாக உபத்திரப்பட்ட காலம். അന്നത്തെ സിംബലാണ് ഫിഷിന്റെ ആകൃതി. அந்த காலகட்டத்தினுடைய அடையாளம் தான் ஒரு மீனினுடைய அடையாளம். ഇത് ക്രിസ്ത്യാനിറ്റിയുടെ കോഡാണ്. இது கிறிஸ்தவருடைய ஒரு கோடு. നടന്നു വരുന്ന ഒരാള്, நடந்து வர ஒரு நபர் ക്രിസ്ത്യാനിയാണെങ്കിൽ, கிறிஸ்தவன் என்று சொன்னால் ഞാനൊരു ക്രിസ്ത്യാനി, நான் ஒரு கிறிஸ்தவன், പാസ്റ്റർ ഒരു ക്രിസ്ത്യാനി, போதகர் ஒரு നമ്മൾ கிறிஸ்தவன், രണ്ടുപേരും നടന്നു വരിക, நான் ரெண்டு பேரும் நடந்து வரும்போது എനിക്ക് തോന്നുന്നു எனக்கு நான் பார்க்கிறேன் അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാ, இவர் ஒரு கிறிஸ்தவர் அல்லவா. ക്രിസ്ത്യാനിയാൻ തോന്നിയാ, கிறிஸ்தவர் என்று சொன்னால் ഞാൻ അവിടെ നിന്നുകൊണ്ട്, நான் அங்கே நின்று கொண்டு എന്റെ കാലുകൊണ്ട് என் காலினால் ഫിഷിന്റെ ஒரு மீனினுடைய ഒരു സൈഡ് ഇങ്ങനെ വരയ്ക്കും, ஒரு பகுதியை வரைப்பேன், ஒரு கோடு வரைப்பேன். ഹല്ലേലൂയ. ஹல்லேலூயா. വരുന്നയാൾ ക്രിസ്ത്യാനി അല്ലെങ്കിൽ, வருகிற நபர் கிறிஸ்தவன் என்று சொல்ல இல்லை என்றால், ഇവനെന്താ കാണിക്കുന്നേ, இங்க என்ன பார்க்கிறாய், പാഗൽ പോലെ, ഭ്രാന്തൻ പോലെ, இவன் ஒரு பைத்தியக்காரனை போல, ആ വഴി അങ്ങ് പോകും. அவன் அந்த வழியாய் போவான். വരുന്ന ആൾ ക്രിസ്ത്യാനിയാണെങ്കിൽ, வருகிற நபர் கிறிஸ்தவன் என்று சொன்னால் ഇങ്ങനെ വരയ്ക്കുന്നത് அவன் കണ്ട് இப்படி வரைப்பதை பார்த்து എതിരെ ഉള്ളത് കാലുകൊണ്ട് വരയ്ക്കും. எதிரே இருக்கிறவன் காலினால் வரைப்பான். അതിന്റെ അർത്ഥം എന്താ, അതിന്റെ പൊരുൾ, നീയും ക്രിസ്ത്യാനി ഞാനും ക്രിസ്ത്യാനി, நீ கிறிஸ்தவன் நான் கிறிஸ்தவன். ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓടി ചെന്ന് ഹഗ് ചെയ്യുക. ஓடி போய் கட்டி பிடிப்பான். എന്താ കാര്യം, என்ன காரணம், ലൈഫിൽ ആദ്യം കാണുക, முதலாவது வாழ்க்கையில் பார்க்கிறேன், രണ്ടാമത് ഒന്നുകൂടെ കാണാൻ ഒക്കത്തില്ല. மறுபடியும் பார்க்க முடியாது. ഒന്നുകിൽ ഞാൻ മരിക്കും അല്ലെങ്കിൽ അദ്ദേഹം മരിക്കും. சில வேளை அவர் மரிக்கிறான் அல்லது நான் மரிப்பேன். നോർമൽ ഡെത്ത് അല്ല, சாதாரண மரணமல்ல, മാർട്ടിയർ ആവുകയാണ്. இரத்த சாட்சியாய். അതായിരുന്നു ക്രിസ്ത്യാനി. அதுதான் கிறிஸ்தவன். അങ്ങനെയാ യേശുവിനെ ഉയർത്തിയത്. அவன் நம்ம இயேசுவை உயர்த்தினார்கள்.